ഹലോ ആൾ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 4 വെറൈറ്റി റോസസും അതിൻ്റെ പ്ലാന്റ് സൈസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഒന്നിച്ചൊരു കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 5 റോസ് വെറൈറ്റീസ് നമുക്ക് കാണാം. ഈ കാണിക്കുന്ന ബേബി റൊമാൻറ്റിക്കായും അതുപോലെ ആദ്യം കാണിച്ച സ്ട്രൈപ്സ് റോസും നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ടുള്ളത് ബ്ലാക്ക് റോസ് അല്ലെങ്കിൽ ടൈഗർ റോസ്, അതായത് ഏത് വെറൈറ്റിയാണ് നമുക്കറിയാൻ പറ്റുന്നില്ല. ബ്ലാക്ക് ആണോ ടൈഗർ ആണോ എന്നറിയാൻ പറ്റാത്ത കുറച്ച് പ്ലാന്റ്സ് നമുക്കിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വെറൈറ്റിയും കാണിക്കുന്നുണ്ട്. അത് ടൈഗർ റോസ് ആയേക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് റോസ് ആയേക്കാം. അതുമാത്രമല്ല, അതിൽ ടൈഗർ റോസിലെ ബ്ലാക്ക് അല്ലാത്ത യെല്ലോ റോസ് മാത്രമായി വിരിഞ്ഞിട്ടുള്ള റോസും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് യെല്ലോ, ബ്ലാക്ക് ടൈഗർ, അങ്ങനെ 3 കളറിൽ അത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അടുത്ത റോസ് വെറൈറ്റിയാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ. ഞാൻ പ്രത്യേകം പറയുകയാണ്, നമുക്ക് ഇതെല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത വെറൈറ്റി നമ്മുടെ ഓർക്കിഡ് മിനിയേച്ചർ റോസുകളാണ്. ബെഞ്ചസായിട്ട് പൂക്കളുണ്ടാകുന്ന, നിറയെ പൂക്കളുണ്ടാകുന്ന, നമ്മുടെ നാട്ടിൽ ധാരാളമായി ഹെവി ബ്ലൂമറായിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് മിനിയേച്ചർ. അതിൻ്റെ പ്ലാന്റ്സ് കൂടി നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം പ്ലാന്റ് സൈസ് കാണാം. അതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പ്ലാന്റ് സൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റോസ് വെറൈറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ ഗാർഡനിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ കിളികളുടെ കളകൂജനവും കളകളാരവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. സന്തോഷമുള്ള ശബ്ദങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി, നമ്മുടെ ബലൂൺ അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ എന്നെല്ലാം പറയുന്ന റോസ്. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത സെയിലിനായിട്ടുള്ള ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട്. ഇത് പക്ഷേ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ഞാൻ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ് സൈസ് കാണാം. ഇത് ഓർക്കിഡ് മിനിയേച്ചർ റോസിൻ്റെ പ്ലാന്റ് സൈസാണ്. നല്ല സ്ട്രോങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു തരത്തിലുള്ള റിഗ്രറ്റും നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ ഉണ്ടാകില്ല എന്ന് ഞാൻ 100% ഷുവർ പറയുന്നു. അതായത് ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതൊരു കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആകെ 4 കോംബോ ആണ് എനിക്ക് തരാനുള്ളത്. കാരണം നമുക്ക് ഈ വയലറ്റ് റോസ് 4 എണ്ണം മാത്രമാണുള്ളത്. ഇതാണ് നമ്മുടെ വയലറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ പ്ലാന്റ് സൈസ്. നല്ല അസാധ്യമായ ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് കേട്ടോ. ഞാനിതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നപ്പോൾ ആണ് ഞാൻ ഓർത്തതോ ഇതൊരു ഫ്രാഗ്രൻസ് റോസാണല്ലോ എന്ന്. ഫ്രാഗ്രൻസ് റോസിൻ്റെ കൂട്ടത്തിൽ നമ്മളിതിനെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു 4 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വയലറ്റ് ഷെയ്ഡിൽ, ചില നേരങ്ങളിലൊക്കെ ഇതൊരു മെറൂൺ ഷെയ്ഡിലേക്ക് പോകാറുണ്ട്. ഇനി നമുക്ക് ബലൂൺ റോസിൻ്റെ, അതായത് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന റോസിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കാണാം. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. യാതൊരു വിധമായിട്ടുള്ള വിഷമങ്ങളും നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത് 100% ഷുവർ. ഞാൻ വീണ്ടും ഷുവർട്ടി പറയുകയാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് അല്ലെങ്കിൽ ടൈഗർ എന്ന് നമ്മൾ സംശയിക്കുന്ന റോസുകളാണ്. ഇതിൽ ചിലത് ബ്ലാക്ക് റോസാണ്, ചിലത് ടൈഗർ റോസാണ്. നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തുള്ള പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. അതും നിങ്ങൾക്ക് നിറയെ ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒരെണ്ണം യെല്ലോ മാത്രമായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ വിരിയാറുണ്ട്. അത് യെല്ലോ മാത്രമായിട്ട് വിരിയുന്ന ഇതാണ്. യെല്ലോ മാത്രമായിട്ട് വിരിയുന്നത് ടൈഗർ റോസിൻ്റെ യെല്ലോ മാത്രമായിട്ട് വിരിയുന്നതാണ്. അപ്പോൾ അത് പോകെ പോകെ ബ്ലാക്ക് ടൈഗറായിട്ടും ഒക്കെ വിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്ലാന്റ് സൈസ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ടുള്ള പർച്ചേസിൽ, അതായത് സിംഗിൾ പർച്ചേസിൽ ഉള്ള റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 500 റുപ്പീസിന് നമുക്ക് ഈ പ്ലാന്റ്സ് 4 കൂടി തരാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ കോംബോ. ഇതുപോലെ നമുക്ക് സ്പോട്ട് കോംബോസൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. പ്ലസ് ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സെയിൽ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ കോംബോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, ഹാദിയ.